ഹായ് സ്റ്റുഡൻസ്, ഞാൻ അരുൺ രാജ്. നമ്മുടെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ സെഷനിലെ അൾജിബ്രയായി അൾജിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N, R അങ്ങനെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കേണ്ട ചില ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ അതിനകത്ത് കൂടുതലും ന്യൂമറിക്സ് ആയിരിക്കും ആൻസർ എങ്കിലും N-ഉം R-യുടെയും വാല്യൂ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത് പെർമ്യൂട്ടേഷനിലുണ്ട്, കോമ്പിനേഷനിലുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ചില NCERT-യിലെ ടിപ്പിക്കൽ എക്സാമ്പിൾസ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഫൈൻ. സെയിം ക്വസ്റ്റ്യൻ ഇതാണ്. NP5 which is equal to 42 NP3. Find the value of N. N-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. സെയിം എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കി നോക്കാം. N P5 is n factorial divided by n minus 5 factorial in 5 factorial which is equal to 42 into n factorial divided by n minus 3 factorial. Okay, clear? So ഇങ്ങനെ വന്നു. Then just ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. n factorialും അതേപോലെ n factorial കട്ടായി പോയി, ബാക്കി 42 ഉണ്ട് അല്ലേ, ഡിവൈഡഡ് ബൈ n minus 3 factorial is n minus 3 factorial is n minus 3 into n minus 4 into n minus 5 factorial എഴുതാം. അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ താഴെ n minus 5 factorial ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ n minus 5 factorialും n minus 5 factorialും കട്ടായി പോകും. സോ ഇറ്റ്സ് ബിക്കം എന്താവും, n minus 3 into n minus 4, 1 into n minus 3 into n minus 4 is equal to 42 എന്ന് കിട്ടും. അഥവാ ഇതൊന്ന് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, n സ്ക്വയർ മൈനസ് 3 into n മൈനസ് 3n മൈനസ് 4n പ്ലസ് 12 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 42 എന്ന് കിട്ടും. അഥവാ n സ്ക്വയർ മൈനസ് 7n, 42 ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്യാം, മൈനസ് 42, ബോത്ത് സൈഡ് മൈനസ് 42 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ബിക്കം മൈനസ് 30 which is equal to 0 എന്ന് കിട്ടും. സോ n സ്ക്വയർ മൈനസ് 7n മൈനസ് 30 is equal to 0 ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും, ഒന്നുമില്ല, n equal to മൈനസ് ബി പ്ലസ് ഓ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 വെച്ച് ചെയ്യാം. ഓർ സിംപ്ലി നമ്മൾക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 30 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 7 which will be the number is n square minus 10n plus 3n minus 30. n common എടുത്തു, so it is n minus 10 minus 3 plus 3 common എടുക്കാം, so it's become n minus 10. so n minus 10 common എടുത്തു, so what will be the value, n minus 10 common വന്നു അല്ലേ, n minus 10 into n plus 3. so what will be the value, n equal to 10 or n equal to minus 10. so n equal to എന്തായാലും നമുക്കറിയാം ഈ രണ്ട് ആൻസേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് n equal to n is greater than 4 എന്ന ചോദ്യത്തിനകത്ത് തന്നിട്ടുണ്ട്. സോ ആൻസർ വിൽ ബി n equal to 10. ക്ലിയർ? സോ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ജസ്റ്റ് സിംപ്ലി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സി നോട്ട് ഇറ്റ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ, 5 into 4pr which is equal to 6 into 5pr minus 1. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. 5 into 4 factorial divided by 4 minus r factorial which is equal to 6 into 5 factorial divided by 5 minus r minus 1 factorial. So r minus 1 ബ്രാക്കറ്റിനകത്താണ്. So it is 5 into 4 factorial divided by 4 minus r factorial which is equal to 6 into 5 factorial divided by, what is 5 factorial? It is 5 into 4 factorial എന്ന്. or 5 minus r minus 1 നമുക്ക് എങ്ങനെ എഴുതാം, it is 5 minus എഴുതിയതിന് ശേഷം അല്ലേ, it is 5 minus r plus 1 factorial.
സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 ഇൻറ്റു ഇവിടെ ഒരു 4 ഫാക്ടോറിയലും ഇവിടെ ഓൾറെഡി 5 ഉണ്ട് അല്ലേ? അപ്പോൾ 5 കട്ടായി, 4 ഫാക്ടോറിയൽ കട്ടായി, ബാക്കി 6 മാത്രമേ ഉള്ളൂ. 6 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1 ഈസ് 6 മൈനസ് ആർ ഫാക്ടോറിയൽ. 6 മൈനസ് ആർ ഫാക്ടോറിയൽ ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 6 ഡിവൈഡഡ് ബൈ 6 മൈനസ് ആർ ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് മൈനസ് ആർ പ്ലസ് 1 ഇൻറ്റു 6 മൈനസ് ആർ പ്ലസ് 2 ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെ എഴുതിപ്പോ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതിപ്പോ ഇങ്ങനെ എഴുതി പോവാം. അത് നിങ്ങൾക്ക് ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതെന്താണ് ആർ, എന്താണ് ആർ പ്ലസ് 1, then ആർ പ്ലസ് 2. നോട്ട് ഇറ്റ്. എൻ ഫാക്ടോറിയലിന് നമുക്ക് എൻ ഇൻറ്റു എൻ മൈനസ് 1, പിന്നെ ഈ ടേം വീണ്ടും വലുതായി എൻ മൈനസ് 2, എൻ മൈനസ് 3 ഇങ്ങനെ എഴുതിപ്പോ. അപ്പോൾ ഈ സെക്കൻഡ് ടേം ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് വരികയാണ്. അതായത് ആറ്, പിന്നീട് ആർ പ്ലസ് 1, പിന്നെ ആർ പ്ലസ് 2 ലൈക്ക് ദിസ്. ക്ലിയർ? സോ ഇറ്റ് ഈസ്, അപ്പം നമ്മുടെ എൽ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് ആർ ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ആർ ചെസ്സിലൂടെ 6 ഡിവൈഡഡ് ബൈ 6 മൈനസ് ആർ. വാട്ട് ഈസ് 6 മൈനസ് ആർ? ഇറ്റ് ഈസ് 6 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ പ്ലസ് 1. 6 മൈനസ് ആർ പ്ലസ് 1. അപ്പോൾ അതെങ്ങനെയാവും? ജസ്റ്റ് നോട്ടീസ് ചെയ്യാം. 6 ഡിവൈഡഡ് ബൈ 6 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ മൈനസ് 1 ഇൻറ്റു 6 മൈനസ് ആർ മൈനസ് 2 ഇങ്ങനെയാണ് പോകുന്നത്. 6 മൈനസ് 1 ഈസ് 5 മൈനസ് ആർ. ഓക്കെ, അടുത്തത് 6 മൈനസ് 2 ഈസ് 4 മൈനസ് ആർ. എന്നിട്ട് ഇതിങ്ങനെ പോവുകയാണ്. മീൻസ് 4 മൈനസ് ആർ ഫാക്ടോറിയലിന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ 4 മൈനസ് ആർ ഫാക്ടോറിയലും 4 മൈനസ് ആർ ഫാക്ടോറിയലും കട്ടായി പോവും. ബാക്കി ആരാ ഉള്ളത്? 1 ഇൻറ്റു 6 മൈനസ് ആർ ഇൻറ്റു 5 മൈനസ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെയും 1 ആണ്, ഈക്വൽ ടു 6. സോ ഇത് നമുക്ക് സോൾവ് ചെയ്താലോ? ഇറ്റ് ബിക്കം എന്താവും? ജസ്റ്റ് നോട്ടീസ് ചെയ്യാം. 6 ഇൻറ്റു 5 30 മൈനസ് 6r മൈനസ് 5r പ്ലസ് r സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 6. ഇറ്റ്സ് ബി r സ്ക്വയർ മൈനസ് 11r 6 ഇങ്ങോട്ട് വന്നു പ്ലസ് 24 വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലേ? ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് 24 കിട്ടണം. ഇറ്റ് ഈസ് മൈനസ് 8r മൈനസ് 3r പ്ലസ് 24 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ 6 കോമൺ എടുത്തു കഴിഞ്ഞാൽ 6 മൈനസ് 8, ഇവിടെ നമുക്ക് ഏത് കോമൺ എടുക്കാം? മൈനസ് 3 കോമൺ എടുക്കാം. 6 മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. 6 മൈനസ് 8 കോമൺ ആണ്. സോ 6 മൈനസ് 8 ഇൻറ്റു 6 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ r വിൽ ബി 8 ഓർ 3. സോ രണ്ട് വാല്യൂസും പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ക്ലിയർ? സോ ഇതേപോലെ തന്നെ എക്സസൈസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5pr വിച്ച് ഈസ് ഈക്വൽ ടു ലൈക്ക് 6pr മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇതും ഇതേപോലെ തന്നെ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് ആർ ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 6 മൈനസ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ അല്ലേ? അങ്ങനെ വരും. സോ ഇറ്റ് ഈസ് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 മൈനസ് ആർ മൈനസ് 1. ഇറ്റ് ഈസ് 6 r plus 1 ആവും. 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 മൈനസ് ആർ ഫാക്ടോറിയൽ എന്നാണ്. നമ്മൾക്ക് 7 മൈനസ് ആർ ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 7 മൈനസ് ആർ ഇൻറ്റു 7 മൈനസ് ആർ പ്ലസ് 1 ഇൻറ്റു 7 മൈനസ് ആർ പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി പോവാം. ഓർ ഈ 7 മൈനസ് ആർ പ്ലസ് 1ന് 6 മൈനസ് ആർ എന്നാണ് വാല്യൂ വരിക. അതേപോലെ 7 മൈനസ് ആർ പ്ലസ് 2 ഈസ് 5 മൈനസ് ആർ കഴിഞ്ഞ് കുറേ ടേംസ് വരുന്നു. സോ ഇറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് ആർ ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ ഇൻറ്റു 5 മൈനസ് ആർ. സോ 5 മൈനസ് ആർ കഴിഞ്ഞിട്ട് കുറേ ടേം വരും. അതിന് 5 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം. സോ 5 മൈനസ് ആർ ഫാക്ടോറിയൽ കട്ടായി പോകും. 5 ഫാക്ടോറിയൽ കട്ടായി പോകും. സോ ദിസ് ബിക്കം 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കാം.
it is 7 minus r, it's 7 into 7 into, see, note it, it is 7 into 6 minus 7r minus 6r plus r square, which is equal to 6. This 42 minus 7 minus 7r minus 6r എത്ര വരും? 13r plus r square minus 6 equal to 0, or r square minus 13r plus 36 is equal to 0. So r square minus 36r plus 36 equal to 0. So ഇത് കിട്ടും. Then ഇൻറ്റു ചെയ്താൽ 36 ആഡ് ചെയ്താൽ മൈനസ് 13r. അപ്പോൾ ഏതായിരിക്കും? r square minus 9r minus 4r plus 36 equal to 0. So ഇത് സോൾവ് ചെയ്യാം. r common, r minus 9 minus 4 common, it's r minus 9 equal to 0. r minus 4 into r minus 9, which is equal to 0. r equal to 4 or r equal to 9. ഇതിലേതെങ്കിലും വാല്യൂസ് ആയിരുന്നു. സി ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം, ടിപ്പിക്കലി ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതേപോലെ തന്നെ കോമ്പിനേഷനകത്തും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സി ഇപ്പോൾ കോമ്പിനേഷനകത്തും ഇതുപോലുള്ള എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ അതിന് മുമ്പ് കുറച്ച് തിയറി പറയാനുണ്ട് അല്ലേ, കോമ്പിനേഷനകത്ത് കുറച്ച് തിയറി പറയാനുണ്ട്. സി നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ പി ആർ വിച്ച് ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. എൻ സി ആർ വിച്ച് ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ആണ്. സി n minus r factorial into r factorial. What is the connection between NPR and NCR? That means ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ NCRനോടൊപ്പം NCR ഇൻറ്റു ആർ ഫാക്ടോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ എന്നാണ് കിട്ടും അല്ലേ. ഇവിടെ രണ്ട് സൈഡും ആർ ഫാക്ടോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? n ഫാക്ടോറിയൽ ഡിവൈഡ് n മൈനസ് ആർ ഫാക്ടോറിയൽ. ദിസ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ NPR ആണ് അല്ലേ. അഥവാ എൻ സി ആർ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ആണ് എൻ പി ആർ. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള മീനിങ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ഇത് അറേഞ്ച്മെൻ്റ് ആണ്, ഇവിടെ സെലക്ഷൻ ആണ്. സോ സെലക്ഷൻ നടത്തി ദെൻ അതിനുശേഷം ജസ്റ്റ് അറേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് അറേഞ്ച്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ എൻ പി ആർ ഇസ് ഈക്വൽ ടു എൻ സി ആർ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. ക്ലിയർ? അപ്പോൾ ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ നമുക്ക് നോക്കി നോക്കാം. സി എൻ സി ആർ വിച്ച് ഈസ് ഈക്വൽ ടു എൻ സി ഇൻറ്റു എൻ മൈനസ് ആർ. ഇങ്ങനൊരു റിലേഷൻ പറയുന്നുണ്ട്. എൻ സി ആർ ഇസ് ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സിമ്പിളാണ്. അപ്പോൾ 5C2 is equal to 5C3 അല്ലേ, അഥവാ 5C3 അഥവാ 5C ഇൻറ്റു 5 മൈനസ് 2 അല്ലേ. ജസ്റ്റ് സോൾവ് ചെയ്ത് അറിയാം. 5C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 തന്നെയാണ്. 5C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. ക്ലിയർ? ജസ്റ്റ് സോൾവ് ഇറ്റ്. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കും. സോ സിമിലർലി എൻ സി ആർ ഇസ് ഇക്വൽ ടു എൻ സി ഇൻറ്റു എൻ മൈനസ് ആർ. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോട്ടീസ് ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എൻ സി എ ഇസ് ഈക്വൽ ടു എൻ സി ബി ആണെങ്കിൽ നോട്ടീസ് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ലേ എ ഈക്വൽ ടു ബി ആയിരിക്കും, എയും ബിയും ഈക്വൽ ആയിരിക്കും. ഓർ എങ്ങനെയായിരിക്കണം? ഓർ എയും ബിയും തമ്മിലുള്ള റിലേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ജസ്റ്റ് നോട്ടീസ് ചെയ്യാം. ഇവിടെ എ ഇസ് ഈക്വൽ ടു എൻ മൈനസ് ബി ആയിരിക്കും, അഥവാ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എൻ ആയിരിക്കും. നോട്ടീസ് ഇറ്റ്, ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും.
ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, NC8 ഈക്വൽ ടു NC2, വാട്ട്സ് ദ വാല്യൂ ഓഫ് n എന്നാണ്. അപ്പോൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം, ഇത് എന്ത് ചെയ്യുമ്പോഴാണ്, അപ്പോൾ നമുക്കറിയാം n ഈക്വൽ ടു a പ്ലസ് ബി, ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോട്ടീസ് ചെയ്യേണ്ട കാര്യം 8 ഈക്വൽ ടു 10 മൈനസ് n മൈനസ് 2 എന്നാണ്. അപ്പോൾ n ഈക്വൽ ടു 8 പ്ലസ് 2 ഓർ n ഈക്വൽ ടു പിന്നെ ഇവിടെ 10 ആയി. ദാറ്റ്സ് എ കണക്ഷൻ. ക്ലിയർ? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ജസ്റ്റ് ട്രൈ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാൻ എഴുതാം. സി, ഇതാണ് ക്വസ്റ്റ്യൻ. 2nc3 is to nc3 which is equal to 12 is to 11. സോ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. സിംപ്ലി 2n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഈസ് ടു മീൻസ് റേഷ്യോ ആണ് അല്ലേ. റേഷ്യോ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 12 ബൈ 1 ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ 3 ഇതിൽ കോമൺ ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ 2n ഫാക്ടോറിയൽ ആണ്, ഇവിടെ n ഫാക്ടോറിയൽ ആണ്, n മൈനസ് 3 ഫാക്ടോറിയൽ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് പോവാം. ഓക്കെ, ഒന്ന് സോൾവ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 2n ഫാക്ടോറിയലിനെ 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 3 ഫാക്ടോറിയൽ എഴുതാം. 2n മൈനസ് 3 ഫാക്ടോറിയൽ താഴെയുണ്ട്. ഇവിടെ n ഫാക്ടോറിയലിന് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. താഴെ n മൈനസ് 3 ഫാക്ടോറിയൽ ഉണ്ട്, കട്ടാവും, ഇതും കട്ടാവും. ബാക്കി എന്തുണ്ട് ഇവിടെ നോക്കാം. മുകളിൽ എഴുതാം 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു രണ്ടിലും 2 കോമൺ, 2 പുറത്തെടുത്തു, n മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ഇത് മുകളിലേക്ക് വരും അല്ലേ, n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2. ഓക്കെ, അപ്പോൾ ഇവിടെ n മൈനസ് 1 തമ്മിൽ കട്ടായി പോയി, ബാക്കി ഇവിടെ n തമ്മിൽ കട്ടായി പോയി. ഇവിടെ മുകളിൽ 4 ഉണ്ട്, താഴെ n മൈനസ് 4 ഇൻറ്റു 2n മൈനസ് 1 ഉണ്ട്, താഴെ n മൈനസ് 2 ഉണ്ട്, ഈക്വൽ ടു 12 ബൈ 1 വരും. സോ ഇത് ജസ്റ്റ് സോൾവ് ചെയ്ത 8n മൈനസ് 4 ഈക്വൽ ടു 12n മൈനസ് 24 കിട്ടും. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ജസ്റ്റ് നോക്കാം, ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കാം. 4n വിച്ച് ഈസ് ഈക്വൽ ടു 20 കിട്ടും അല്ലേ. മൈനസ് 24 ജസ്റ്റ് റീപ്ലേസ് ചെയ്യാൻ രണ്ട് സൈഡും പ്ലസ് 20 ചെയ്യാം. ഓക്കെ, സോ ഇറ്റ്സ് ബിക്കം n ഈക്വൽ ടു 20 ബൈ 4 കിട്ടും, അഥവാ n ഈക്വൽ ടു 5. അപ്പോൾ n ഈക്വൽ ടു 5 കിട്ടി. അപ്പോൾ ഇതേപോലുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട രീതി, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും വരില്ല, സിംപ്ലി ലീനിയർ ഇക്വേഷൻസ് ആയിരിക്കും അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ജസ്റ്റ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം വീണ്ടും ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്, ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് എഴുതാൻ ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി സോൾവ് ചെയ്യും. ഓക്കെ, സോ ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു.